അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഞാനത് ഇന്ന് പോകുന്ന ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, വളരെ മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലം തന്നെയാണ്. നമ്മൾ മൂന്നാർ പോകുന്ന വഴിക്കാണ് കേട്ടോ ഈ ഒരു സ്പോട്ടൂടെ, അതായത് ആനയിറങ്ങൽ ഡാമാണ്. അപ്പോൾ ഇത് വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ടുള്ള ഒരു ആ ഡാമിൻ്റെ സൈഡിലുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. പക്ഷേ ഇതൊന്നുമല്ല കേട്ടോ, യഥാർത്ഥ കാഴ്ച കാണുമല്ലേ. നമുക്കവിടെ ഡ്രോണിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 500 കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഡ്രോണൊക്കെ, അതായത് ഫോട്ടോസ് എടുക്കുന്ന ചേട്ടന്മാരുണ്ട്. അവർ നമുക്ക് ഡ്രോൺ വഴി നമ്മളെ വീഡിയോസും കാര്യങ്ങളും സെറ്റാക്കി തരും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു കാഴ്ച ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു തേയിലപ്പാടം ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ എന്താ പറയുക, അവരും ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടിരിക്കുന്നതാണ് കേട്ടോ, അടുത്ത് തിളിർത്ത് വരാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗത്തെല്ലാം ഇങ്ങനെ ഏലത്തിൻ്റെ ഒരു കൃഷി തന്നെയാണ് അവിടെയും കേട്ടോ. ഏലവും അതുപോലെ തന്നെ നമ്മുടെ തേയില കൃഷിയുമാണ് ഈ രണ്ട് സൈഡിലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആ ഡ്രോണിൽ വീഡിയോ പിടിക്കുന്ന ചേട്ടൻ ഒന്ന് വന്നാൽ മതി. ആ പുള്ളി കണ്ടുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് അദ്ദേഹം വന്നു. അങ്ങനെ ഞങ്ങൾ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തുടങ്ങി കേട്ടോ. ഞങ്ങളെ ആ മുട്ടം വെയിലത്ത് പിടിച്ച കലിങ്ങിൽ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ പോലെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അങ്ങ് റെഡി ആയിട്ടിരുന്നു കേട്ടോ. പക്ഷെ നല്ല ചൂടായിരുന്നു അത്യാവശ്യം. ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ആ ചൂടത്തിരുന്നെങ്കിലും കേട്ടോ, ഈ ഒരു കാഴ്ച പുള്ളി അത് ഉടനെ തന്നെ നമുക്ക് ഇങ്ങനെ മൊബൈലിൽ റെഡിയാക്കി തന്നു. അത് കണ്ട സമയത്ത് ആ ചൂടൊക്കെ അങ്ങ് മാറി കേട്ടോ. അതായത് ആ ചൂടത്തിരുന്നതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി. കാര്യം അത്രയ്ക്ക് ഭംഗിയായിരുന്നു കേട്ടോ കാണാനൊക്കെ. ആ ചുറ്റോടുള്ള കാഴ്ചകളും ഈ സ്ഥലമെല്ലാം ഞങ്ങളിതിനടുത്ത് യാത്ര ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ. അങ്ങോട്ട് ഈ തൊട്ട് താഴെ ഇടസൈഡിലായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സ്ഥലം അവിടെ ബോട്ട് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല. നേരെ ഇരുന്ന റോഡിൻ്റെ തൊട്ട് താഴെ കൂടെ ഒരു റോഡുണ്ട് കേട്ടോ. അതായത് ഞങ്ങളത് ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ ആ ഒരു വെള്ളമായിട്ട്, അതാണ് നമ്മളവിടുത്തെ ഡാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളത് ഈ താഴത്തെ വഴിയാണ് ഞങ്ങൾ പോകേണ്ടത്. അപ്പോൾ ഞാൻ ഈ മുകളിലത്തെ കാര്യങ്ങളെല്ലാം നമ്മളിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടു നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ മൂന്നാർ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഡാമിലൂടെ പോകാൻ മറക്കല്ല കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടെയും. അത്യാവശ്യം ആ തേയിലത്തോട്ടത്തിൻ്റെ അകത്ത് കയറി നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് കേട്ടോ. അതെ, ഡാമിൻ്റെ ആ മറു സൈഡാണ്. പക്ഷേ അതിനെക്കാട്ടി നല്ല ഒരുപാട് സ്പോട്ട് നമ്മൾ ഇങ്ങോട്ട് പോകുമ്പോൾ, അതുകൊണ്ട് ഞങ്ങൾ അവിടെ അധികം പോയിട്ടില്ല. പാലത്തിൻ്റെ അറ്റം വരെ ഒന്ന് പോയിട്ട് തിരിച്ച് അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത ആൾക്കാർ തൊട്ട് ഇപ്പുറത്തെ ഇടത് സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവും അവിടെ അങ്ങനെ വെയിറ്റിങ്ങിലാണ് കേട്ടോ. ഒരുപാട് ഇതേപോലെ ആൾക്കാർ വന്ന് ഇതേപോലെ ഡ്രോൺ വഴിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നുണ്ട്. ഒരുപാട് റീൽസ് എടുക്കുന്ന ചേട്ടന്മാരൊക്കെ വന്നിരുന്നു. അവരെയൊക്കെ കാണാനും പറ്റി, പരിചയപ്പെടാൻ പറ്റി. അത് മാത്രമല്ല ഇതിൽ വേറൊരു ടിസ്റ്റൂടെ ഉണ്ട് കേട്ടോ. ഞാനൊരു സിനിമ നടിയെ കൂടെ ഞാൻ ഇടയ്ക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. പുള്ളി ആ പാലത്തിൽ നിൽക്കുന്ന ആ ഒരു വീഡിയോസ് കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങളെ ഇത്രയും ദൂരം, ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുക്കി ഞങ്ങളെ വാഹനമുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചോളൂ. തെന്നലാണ് പേര്. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങളെ സുരക്ഷിതമായിട്ട് ഈ സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊണ്ടിരുന്നതും ഇനി കാണിക്കാനായിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ നിന്ന് ആ വീഡിയോസും കാര്യങ്ങളെല്ലാം സെറ്റാക്കിയതിന് ശേഷം ഞങ്ങളത് ആ റോഡിനെ കുറച്ച് താഴെ വരുമ്പോൾ നമുക്കിങ്ങനെ വലത്തോട്ട് തിരിഞ്ഞ് പോകാനുള്ള ഒരു വഴിയുണ്ട്. അത് ആ റോഡുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇരുന്ന സൈഡൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നിങ്ങളിത് താഴത്തെ ഭാഗമാണ് കേട്ടോ. പക്ഷേ ഈ തേയിലയെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വിടായിരുന്നെങ്കിൽ, ആ തിളിർത്ത് നിൽക്കുന്ന നല്ല പച്ചപ്പോടെ നിൽക്കുന്നതായിരുന്നതിൽ കാണാൻ കുറച്ചുകൂടെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വെക്കേഷൻ സമയം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചെങ്ങമ്പര നിങ്ങൾ മൂന്നാറൊക്കെ പോകുകയാണല്ലേ, തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലം നിങ്ങൾ മറക്കരുത് കേട്ടോ. ഏകദേശം അവിടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു 10 സ്പോട്ട് കറക്റ്റായിട്ടുള്ളതുണ്ട് കേട്ടോ. ഒരുപാട് വേറെയും ഉണ്ട്, പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ളൊരു 10 സ്പോട്ടിൽ ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മുകളിലിരുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ. അത് ആ വാഹനത്തിരുന്ന ഞങ്ങൾ ആ വീഡിയോസൊക്കെ എടുത്ത കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഇങ്ങോട്ട് മാറി വരുന്ന സമയത്ത് നമുക്കവിടെ ഏലത്തിൻ്റെ കൃഷി കാണാൻ പറ്റി. നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ കാണാനൊക്കെ ഭയങ്കര ഒരു ഭംഗിയാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ഞങ്ങൾ നേരെ ഇനി ആ കറക്റ്റ് ഡാമിൻ്റെ അടുത്ത് എത്തുന്ന തൊട്ടുള്ള കാഴ്ചകൾ ഞാൻ ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിത് വാഹനമൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചപ്പുറത്താണ് കേട്ടോ. ഇവിടെ വാഹനമൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അവിടെ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഡാമിൻ്റെ ഒരു കാഴ്ചയാണ്. ഇനി ഞങ്ങൾ ഇതൊന്നല്ല കേട്ടോ, മെയിനായിട്ട് നമുക്കിനി മെയിൻ വഴിയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ വഴി കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് തന്നെ അവിടെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പോകുന്ന കൂട്ടുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക, അവിടെ പ്രത്യേകിച്ച് ബോർഡ് വെച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക്കോ മറ്റു മാലിന്യങ്ങളോ ഒന്നും അവിടെ ഇടാൻ പാടില്ല. അത് പ്രത്യേകിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആ ഒരു ഡാമിൻ്റെ വൃത്തി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ പോയി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ വീഡിയോ കൂടെ കാണുമ്പോൾ തന്നെ ജസ്റ്റ് മനസ്സിലാക്കാനേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല വൃത്തിക്കാണ് അവർ ആ ഡാമിനെ അവിടെ സൂക്ഷിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല ഒരുപാട് വിനോദസഞ്ചാരികളും കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളും അതേപോലെ വളരെ അനുസരണയോടെ തന്നെ
ഇങ്ങനെ അങ്ങ് നടന്ന് അങ്ങ് പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി മെയിനായിട്ടുള്ള ഒരു വഴിയിൽ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞാൽ ഈ വലത്തോട്ട് തിരിഞ്ഞാൽ ഞങ്ങൾക്ക് കുറച്ച് നമുക്ക് ഈ തേയിലത്തോട്ടം തന്നെയാണ്, കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സെറ്റാക്കാൻ പറ്റും. പക്ഷേ ഞങ്ങൾ അവിടെ വെച്ച് അധികം ഫോട്ടോസ് എടുത്തിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇതിനേക്കാൾ നല്ല അടിപൊളി സ്പോട്ട് വേറെ ഉണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഈ പാലത്തിൻ്റെ അങ്ങ് അറ്റത്ത് പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാം. പിന്നെ ഞങ്ങൾ ഈ പോയ വഴിക്കൊക്കെ ഈ മറ സൈഡിലായിട്ട് വല സൈഡിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് ഒരുപാട് ഈ ഫോട്ടോഷൂട്ടും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ ഒന്നും ശല്യപ്പെടുത്താതെ ഞങ്ങൾ ഈ ഇട സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങളൊരു സിനിമാ നടിയെ കണ്ടു കേട്ടോ. ഞാൻ ജസ്റ്റ് ആ നടിയെ ഒന്ന് കാണിക്കാം. ഒരുപാട് പേര് അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പുള്ളിയെ പ്രത്യേകിച്ച് ശല്യപ്പെടുത്താനായിട്ട് നിന്നില്ല കേട്ടോ. ഞങ്ങൾ ആ സൈഡിലേക്ക് ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് ഈ ഇട സൈഡിലായിട്ടാണ് അവിടെ ഇങ്ങനെ ഈ ബോട്ടിൻ്റെ ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങളെന്തായാലും ആ ഒരു ഭാഗമൊക്കെ അങ്ങ് വിട്ടു. ഞങ്ങൾ നേരെ ഇങ്ങനെ നടന്നു വന്നു. ഈ വല സൈഡ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതായത് ആ ഡാം തുറന്നു വിടുന്ന സമയത്ത് ആ വെള്ളം പോകുന്ന സൈഡാണ് കേട്ടോ. ഇപ്പോൾ ഇത് അതിൻ്റെ മറു സൈഡിൽ കൂടെ കുറച്ച് മാത്രം വെള്ളം ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട്. അത് നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന സമയത്ത് കാണാൻ പറ്റത്തില്ല കേട്ടോ. പക്ഷേ ഈ മെയിനായിട്ടുള്ള വഴി വെള്ളം അവർ തുറന്നു വിട്ടിട്ടില്ല. അപ്പോൾ ഈ ഇട സൈഡിലായിട്ട് നിൽക്കുന്നതാണ് നമ്മുടെ സിനിമാ നടി. അവർ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവിടെ നിൽക്കുന്ന 3 പേര്. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ മാത്രം തനിയെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അവരെ അതൊന്നും ശല്യപ്പെടുത്താൻ പോയില്ല. ജസ്റ്റ് പുള്ളിയുടെ ഫേസ് മാത്രം ഞാൻ അവിടെ നിന്ന് കാണിച്ചു പോകാമേ. എന്താ പറയുക, വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുടെ അടുത്തും നല്ലപോലെ കൂളായിട്ട് സംസാരിക്കുന്നുണ്ട്, തമാശയൊക്കെ പറയുന്നുണ്ട്, നല്ല എൻജോയ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ശല്യപ്പെടുത്താനായിട്ട് പോയില്ല. നേരെ അവിടെ നിന്ന് വീണ്ടും നടന്ന് ഇങ്ങനെ മുന്നോട്ടങ്ങ് പോയി. നമുക്ക് എത്രയും പെട്ടെന്ന് നടന്ന് ഇതിൻ്റെ ആ ഒരു അപ്പുറം മറു സൈഡിലെത്തുക, അതായിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പക്ഷേ 2 സൈഡിലുള്ള കാഴ്ചകളും കാണിക്കണമായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, ഭയങ്കര വൃത്തിയായിരുന്നു കേട്ടോ. നമ്മൾ ഈ ഡാമുകളെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലതരത്തിലുണ്ട് കേട്ടോ. നമ്മളിവിടെ ഈ കള്ളിക്കാട് ഡാം ഒക്കെ ഉണ്ട്. പക്ഷേ അതും ഇതുപോലെ മനോഹരമാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെയാണ്. അത്രയ്ക്ക് മാത്രം അവിടെ ജീവനക്കാരൊക്കെ നിന്ന് നല്ലപോലെ ജോലി ചെയ്തു നല്ലപോലെ വൃത്തിയാക്കി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഞാനിത് മാത്രമല്ല, ഞാൻ ഇനി വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലെ കേട്ടോ. അവിടെയും പ്രത്യേകിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ പോകുന്നവരും അത് കർശനമായിട്ട് അത് പാലിക്കുന്നുണ്ട് കേട്ടോ. അവർ അനുസരിക്കുന്നുണ്ട്. മറ്റു മാലിന്യങ്ങളോ പ്ലാസ്റ്റിക്കുകളോ ഒന്നും ഇടാതെ തന്നെ അവർ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ മറു സൈഡിൽ നിന്നുള്ള 2 അറ്റത്ത് നിന്ന് ഞാനിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടോ. തീർച്ചയായിട്ടും കൂട്ടുകാരെ, ഞാൻ ഈ പറയുന്നത് പോലും അല്ലെങ്കിൽ ഞാൻ ഈ കാണിക്കുന്നത് പോലും ഒന്നും അല്ല കേട്ടോ. അത് യഥാർത്ഥ ഭംഗി അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴേലും ഞാൻ ഫസ്റ്റ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരിക്കലും കൂടെ പറയാം. ഇതേപോലെ നിങ്ങൾ ഈ മൂന്നാറൊക്കെ അങ്ങനെ പോകുന്ന സമയത്ത് ഈ ആനയിറങ്ങൽ ഡാം തീർച്ചയായിട്ടും ആ സ്ഥലത്തുനിന്ന് വരിക. മനോഹരമാണ് കേട്ടോ. കുറച്ച് എന്താ പറയുക, ഈ സ്ഥലമാണെങ്കിലും എന്ന് വെച്ചാൽ നമുക്കങ്ങനെ വലുതായിട്ടുള്ള ഒരു കാര്യങ്ങളെന്നുണ്ടെങ്കിൽ നല്ലപോലെ മനോഹരമായിട്ടുള്ള എൻജോയ് ചെയ്ത് നടക്കാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ മറു സൈഡിൽ ആ തേയിലത്തോട്ടം കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് നമുക്കുണ്ടെങ്കിൽ ആ സൈഡിലൊക്കെ പോകാം കേട്ടോ. അവിടെ ഈ തേയിലത്തോട്ടത്തൊക്കെ നിന്ന് നമുക്ക് ആ സൈഡിലേക്ക് നിന്ന് ഫോട്ടോസ് എടുക്കാം. പിന്നെ എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ ഈ മറു സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ. ചൂണ്ടായിട്ട് മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇതവിടുത്തെ ഈ ഒരു സ്ഥാപിച്ച കാര്യങ്ങളും മറ്റ് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ഫ്രണ്ട് ഭാഗം കേട്ടോ. അതിങ്ങനെ എത്ര ദൂരം ഇങ്ങനെ കല്ലാണ് കേട്ടോ. കരിങ്കല്ല് ഇങ്ങനെ നല്ല അടുക്കി നല്ല വൃത്തിക്ക് വെച്ചിട്ടുണ്ട്. എന്താ പറയുക, ആ ഒരു ഡാമിൻ്റെ സൈഡ് തന്നെയാണ് കേട്ടോ. നല്ല വൃത്തിയാണ് കേട്ടോ. അവിടെയും ഞാൻ നോക്കി ബേസ്റ്റോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും കൂട്ടുകാരെ, ഞാൻ ഇതിപ്പോൾ ഈ കാണിക്കുന്നത് ജസ്റ്റ് ഒന്ന് കറങ്ങി കാണിക്കുന്നതേ ഉള്ളൂ. അവിടെ നമ്മൾ പോയാൽ തന്നെ കേട്ടോ നമുക്ക് ആ ഒരു കറക്റ്റ് സ്ഥലമെല്ലാം എന്താ പറയുക അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കേട്ടോ. ഇതാണ് ശരിക്കും വെള്ളം തുറന്നിടാനുള്ള സൈഡ്. പക്ഷേ അതിപ്പോൾ ഇടത് സൈഡിലൂടെ കുറച്ചൊന്ന് താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. കുറച്ച് സൈഡിലായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ട്. എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി ഈ സൈഡ് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. പക്ഷേ നമ്മൾ ഇതിനെക്കാട്ടി നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്പോട്ട് വേറെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. നമ്മളത് അവിടെ പോയി ഇങ്ങനെ എല്ലാവരും എടുത്ത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കറങ്ങി അങ്ങ് വരികയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ കറങ്ങി നേരെ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഇതേപോലത്തെ അടിപൊളി സ്പോട്ടൊക്കെ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേട്ടോ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ പോകുന്നതിന് മുൻപായിട്ട് തന്നെ യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഒരുപാട് കൂട്ടുകാർ മനോഹരമായിട്ടുള്ള ഒരുപാട് നല്ല നല്ല സ്പോട്ടുകൾ ഇങ്ങനെ അവർ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ ഈ മൂന്നാർ പോകുന്ന പല കൂട്ടുകാർക്കും അധികം സ്പോട്ടൊന്നും അറിയത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ അങ്ങനെ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യമേ തന്നെ ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. മനോഹരമായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒരുപാട് കൂട്ടുകാർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്പോട്ടുകളും ഇങ്ങനെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്ത് പോവുക. വളരെ രസമാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഒരൊറ്റ വിഷമം മാത്രമേ ഉള്ളൂ, ഈ തേയിലത്തോട്ടം ഇതിങ്ങനെ ഈ മുറിച്ച് വിട്ടിരിക്കുന്നുണ്ട് ഒരു ഇതേ ഉള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അത് നല്ല ഭംഗിയായിരിക്കുമായിരുന്നു. കാര്യം ആ ഒരു തളർത്ത് നല്ലൊരു പച്ചപ്പായിരിക്കുമായിരുന്നു നമുക്ക് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു വിഷമം മാറി എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് അടുത്ത സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ലപോലെ ഈ തേയിലത്തോട്ടത്തിലൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. അതുകൊണ്ട് പിന്നെ ഇവിടുത്തെ ഒരു തോട്ടത്തിൻ്റെ ഒരു വിഷമം കാര്യങ്ങളൊക്കെ ഞാനങ്ങ് മാറ്റി കേട്ടോ. എന്തായാലും വളരെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ നമ്മളത് ഈ ആനയിറങ്ങൽ ഡാമിൻ്റെ അടുത്ത് യാത്ര പറഞ്ഞ് അങ്ങനെ പോവുകയാണ് കേട്ടോ. അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ തിരിച്ചു പോരാൻ തോന്നിയില്ല, അത്രയ്ക്ക് ഭംഗിയായിരുന്നു. അവിടുത്തെ കാഴ്ചകളും അതൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ച് നിൽക്കാനൊക്കെ കേട്ടോ.
അപ്പോൾ അതിനുശേഷം ഞങ്ങളത് എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് പോയാലേ പറ്റൂ. അതുകൊണ്ട് ഇവിടെ നിന്ന് അങ്ങനെ യാത്ര പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ദൂരക്കാഴ്ചയ്ക്കൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും കൂട്ടുകാർ നിങ്ങളെ പോകുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ ചെന്നെത്താൻ പറ്റാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഈ പോയടുത്ത് തന്നെ ഉണ്ട്. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡ്രോൺ വഴി കേട്ടോ, നമുക്ക് ആ ഡ്രോൺ വഴി ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മീഡിയം കാഴ്ചകൾ കാര്യങ്ങളത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് പോകുന്ന കൂട്ടുകാർ തീർച്ചയായിട്ടും അവിടെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഡ്രോണൊക്കെ ഉപയോഗിക്കുന്ന ചേട്ടന്മാരുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കുന്ന അവരുടെ അടുത്ത് പോയി കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ പറ്റി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.